കേരളത്തെ പറ്റി ഈ CPM അണികളും അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലേഴ്സൊക്കെ പറയുന്നത് കേരളം, റെയിൽവേ, വികസനം, അതേപോലെ ഇപ്പം ബോംബ്. അതായത് ബോംബ്, നാടൻ ബോംബ് ഉണ്ടാക്കുന്ന ഒരു വലിയ സംസ്കാരം കേരളത്തിൽ നിലവിലുണ്ട്. പണ്ട് ഏകദേശം ശ്രീനിവാസിൻ്റെ ഒരു സിനിമയുണ്ട്, നരേന്ദ്രൻ മകൻ ജയകാന്തൻ വകയെന്ന് പറഞ്ഞ്. അപ്പോൾ ആ സിനിമ ഏകദേശം 30 വർഷമായി. അപ്പോൾ ആ സിനിമയൊക്കെ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ഇത് കാണുന്നത്. അപ്പം കാണുന്ന സമയത്തൊക്കെ എൻ്റെയൊക്കെ ധാരണ ഇതിനകത്ത് ഈ നാടൻ ബോംബ് നിർമ്മിച്ച് അവിടെ ഇവിടെയൊക്കെ എറിയുകയും പൊട്ടിക്കുകയും അത് വിൽക്കുകയും ചെയ്യുന്നത് ഇത് അതിശോക്തിപരമായിട്ട് ഉണ്ടാക്കിയതാണെന്നുള്ള ധാരണയായിരുന്നു. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചില പഠനം നടത്താൻ വേണ്ടി ഞാൻ ഈ കണ്ണൂരും ഈ പാർട്ടി ഗ്രാമങ്ങളിലൊക്കെ പോയപ്പോഴാണ് പിടികിട്ടിയത് ഇതവിടുത്തെ യൂഷ്വലായിട്ടുള്ള പാർട്ടിക്കാരുണ്ടാക്കുന്ന പരിപാടിയാണ്, അല്ലാതെ മേളിൽ നിന്ന് പൊട്ടി വീണതൊന്നുമല്ല. ഇന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രസ്താവന നടത്തി ശക്തമായ നടപടിയെടുക്കും. ഞാൻ അദ്ദേഹത്തോട്, അതായത് പിണറായി വിജയനോടുള്ള എൻ്റെ ചോദ്യമാണ്, താങ്കൾക്ക് പറയുവാൻ സാധിക്കുമോ കണ്ണൂർ രാഷ്ട്രീയത്തിൽ താങ്കൾ ഉൾപ്പെടെ ബോംബ് നിർമ്മാണത്തിൽ എത്ര പ്രാവശ്യം ഇടപെട്ടിട്ടുണ്ട്? കാരണം താങ്കൾ പാർട്ടി സെക്രട്ടറി ആയിരുന്നു. പിണറായി വിജയൻ തന്നെയാണ് പറഞ്ഞ അദ്ദേഹം ഒരു ഗുണ്ടയായിരുന്നു, വേറെ ആരുമല്ല. അദ്ദേഹം തന്നെയാണ് ഹൈലൈറ്റ് ചെയ്ത് കത്തികളുടെ ഇടയിൽ കൂടെ നടന്നു, ആരാണെന്ന് ചോദിക്കാൻ പറഞ്ഞു തരാം. ഇതൊക്കെ അയാൾ തന്നെയായി പറയുന്നത്. അപ്പൊ പിണറായി വിജയൻ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക, ബോംബ് നിർമ്മാണത്തിൽ മരിച്ച, അതായത് കൊല്ലപ്പെട്ട 2 പാർട്ടി സഖാക്കളെ നിങ്ങളുടെ പാർട്ടി തന്നെ രക്തസാക്ഷികളായിട്ട് പ്രഖ്യാപിക്കാൻ സംസ്ഥാന സെക്രട്ടറിയുടെ പേര് വെച്ച് നോട്ടീസ് അടിച്ചു. പിന്നീട് അത് വിവാദമായപ്പോൾ ജില്ലാ സെക്രട്ടറിയാണ് അവരെ രക്തസാക്ഷികളായിട്ട് ഡിക്ലെയർ ചെയ്യുന്നത്. അവിടെ നിന്ന് അന്വേഷണം അങ്ങ് തുടങ്ങിയാൽ മതിയല്ലോ. ആരാണ് ഇതിൻ്റെ പിറകിൽ ഇവരെ രക്തസാക്ഷികളാക്കാൻ നിന്നത്? ജില്ലാ സെക്രട്ടറിക്ക് റോളുണ്ടോ? അവിടുന്ന് അന്വേഷിച്ചാൽ 24 മണിക്കൂർ കൊണ്ട് കേരളത്തിന്റെ ബോംബ് നിർമ്മാണം നിന്നു പോകും. അല്ലാതെ ഇയാൾ ഈ പറയുന്ന വിടുവാത്തരം കേട്ട് കേരളത്തിലുള്ള ജനങ്ങൾ വീണ്ടും കൈയടിക്കാൻ നിൽക്കരുത്. കാരണം ഞാൻ ഈ മുഖ്യമന്ത്രിക്ക് നേരത്തെ വെയിറ്റേജ് കൊടുത്തിരുന്ന ഇയാൾ പറയുന്ന കാര്യങ്ങളൊക്കെ നടത്തുന്നയാൾ ചുമ്മാതാ. കാരണം അയാൾ ഉൾപ്പെടെയുള്ള ക്രിമിനൽ ഗൂഢാലോചന സംഘം തന്നെയാണ് ഈ ബോംബ് നിർമ്മാണത്തിൻ്റെയും പിറകിലുള്ളത്. ഒരു സ്ത്രീ, ചെറുപ്പക്കാരിയായ സ്ത്രീ ടെലിവിഷന്റെ മുമ്പിൽ ഒരു നിവൃത്തിയും ഇല്ലാതാണ് വന്ന് പറയുന്നത്. കാരണം പാർട്ടി ഇവിടെ 3 ബോംബ് കഴിഞ്ഞ പ്രാവശ്യം എടുത്ത് അവരുടെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്നില്ല, ഈ ഒരു വീടുകൾ മുഴുവനും അവിടെയൊക്കെ ബോംബ് ഒളിപ്പിച്ച് വെച്ചേക്കുവാണ് ഈ പാർട്ടിക്കാർ. എന്തിനു വേണ്ടിയാണ് CPMന്റെ ഈ സഖാക്കൾ ഈ ബോംബ് ഉണ്ടാക്കുന്നത്? അടുത്ത ചോദ്യം, അങ്ങനെയാണെങ്കിൽ ഇൻഡസ്ട്രി എന്നും പറഞ്ഞുകൊണ്ട് ലാർജ് സ്കെയിലിൽ ഇത് ഉണ്ടാക്കിയിട്ട് കേന്ദ്ര ഗവൺമെന്റുമായിട്ട് ഒരു വലിയ ഹബ്ബായിട്ട് കണ്ണൂരൊക്കെ വേർതിരിക്കുക. ബോംബ് ഉണ്ടാക്കാൻ എത്ര വിദഗ്ധരാണെങ്കിൽ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. കാരണം കേന്ദ്ര ഗവൺമെന്റിനോട് പറയുക, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഇതൊന്നും ഇപ്പോഴൊന്നും നിൽക്കാൻ പോകും. കാരണം എന്ന് വരെ CPM എന്നുള്ള പാർട്ടി കണ്ണൂരിലുണ്ട്, അവരുടെ പാർട്ടി ഗ്രാമങ്ങൾ നിലനിൽക്കുന്നു, ഈ ബോംബുകൾ അവിടെ കാണും, ഈ ബോംബ് നിർമ്മാണ യൂണിറ്റുകൾ അവിടെ കാണും ഉറപ്പായിട്ടും. കാരണം അവരെ എങ്ങനെയാണ് പാർട്ടി പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഇനി ആലോചിച്ച് നോക്കുക, ഞാൻ ഈ ബാംഗ്ലൂരാണെങ്കിലും മംഗലാപുരത്തും ചെന്നൈയിലും കോയമ്പത്തൂരൊക്കെ പല ചെറുപ്പക്കാരായ ഈ കണ്ണൂരും കാസർഗോഡും ഈ തലശ്ശേരി വടകര ആ ഭാഗത്തൊക്കെ വന്ന ആൾക്കാരെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഈ ചെറുപ്പക്കാർക്ക് പ്രത്യേകിച്ച് നല്ല ജോലിയൊന്നും, എല്ലാം മോശമായ ജോലി. കാരണം ഇവരുടെ വീട്ടിൽ ഈ കുട്ടികൾ ഏകദേശം ടീനേജ് പ്രായമാകുമ്പോൾ തന്നെ അവരുടെ പേരൻസിന് പേടിയാണ്, ഇവൻ നാളെ വെട്ടുകേസിലും കുത്തുകേസിലും ബോംബ് കേസിലും പ്രതിയാകും, എങ്ങനെ ആ നാട്ടിൽ നിന്ന് പറഞ്ഞു വിടണം. ഇതാണ് CPM എന്ന് പറഞ്ഞ പാർട്ടി കണ്ണൂരിന് കൊടുത്ത സംഭാവന. നിങ്ങൾ ആലോചിച്ച് നോക്ക്, കേരളത്തിൽ ഏറ്റവും പുറകിൽ നിൽക്കുന്ന 2 or 3 ഡിസ്ട്രിക്റ്റ് എടുക്കുക, അവിടെയെല്ലാം CPMന്റെ ശക്തി കേന്ദ്രങ്ങളാണ്. 1 എടുക്കുക കണ്ണൂര്, 2 എടുക്കുക പാലക്കാട്, 3 എടുക്കുക ആലപ്പുഴ. എന്താണ് അവിടെ തൊഴില്? കാരണം പാർട്ടി എന്നും പറഞ്ഞ് നടക്കുക. കാരണം ഈ പറയുന്ന ചെറുപ്പക്കാരെ മുഴുവനും ബ്രെയിൻ വാഷ് ചെയ്ത് പാർട്ടി അടിമകളാക്കി ഇതേപോലെ ബോംബും സ്ഫോടനവും കത്തിക്കുത്തും ഗുണ്ടായിസും, കേരളത്തിൽ ഒരു ഭാഗത്ത് ഗുണ്ടായിസും അടുത്ത ഭാഗത്ത് ബോംബുണ്ടാക്കുന്നു.
ഇതാണ് പിണറായി വിജയൻ കേരളത്തിന് കൊടുത്ത സംഭാവന. ആലോചിച്ച് നോക്കണം. ജീവിക്കാൻ പോലും, കേരളത്തിൽ ജീവിക്കാൻ പോലും സാധാരണ മനുഷ്യന് ഭയമാകുന്നു. ഇതാണ് പിണറായി വിജയന്റെ ഏറ്റവും വലിയ സംഭാവന. കേരളം, റെയിൽവേ പോലെ ബോംബും ഗുണ്ടായുസും അയാൾ ഉണ്ടാക്കി കൊടുത്തു. കാരണം അയാളുടെ ബാക്ക്ഗ്രൗണ്ട് അതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പം എൻ്റെ ബാക്ക്ഗ്രൗണ്ട് അതാണെങ്കിൽ എനിക്ക് ആ ബാക്ക്ഗ്രൗണ്ട് മാറി ചിന്തിക്കാൻ പറ്റത്തില്ല. കാരണം ഗുണ്ടായിസം ബാക്ക്ഗ്രൗണ്ടിൽ വളർന്ന് ജീവിച്ച പൊളിറ്റീഷ്യനാണ് പിണറായി വിജയൻ. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയായ ശേഷം അയാൾക്ക് ഇത്ര ഭയം. റോഡിൽ കൂടെ പോകുമ്പോൾ ഇത്രയും പോലീസുകാരെയൊക്കെ വെച്ചുകൊണ്ട് പോകും. കാരണം അയാൾക്കറിയാം എവിടെങ്കിലും വെച്ച് അടി കിട്ടും. കാരണം ഗുണ്ടകൾക്ക് എപ്പോഴും പേടിയാണ്. ഞാൻ പല ഗുണ്ടകളുമായിട്ട് നേരിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോഴും മനസ്സിലാക്കിയ പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. അവർക്ക് എപ്പോഴും പേടിയാണ്. അത് തന്നെയാണ് പിണറായി വിജയനും. വളരെ ഭയമാണ്. എന്താണ് എപ്പോഴും സംഭവിക്കുന്നത് അയാൾക്ക് പിടികിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിൽ പിണറായി വിജയൻ മാറാതെ, അതായത് കണ്ണൂർ രാഷ്ട്രീയക്കാരനെ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്താതെ, ഞാൻ കണ്ണൂർ രാഷ്ട്രീയക്കാരൻ എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം ഇവരുടെ ലൈഫിലും രക്തത്തിലും അവരുടെ ജീവിതത്തിൽ മുഴുവനും ഈ ഗുണ്ടായുസവും ബോംബും മാത്രമാണ്. അത് CPM മാത്രമോ മറ്റു പാർട്ടികൾ ഇങ്ങനെ തന്നെയാണ്. CPM അത് ചെയ്യുന്നു. അവരെ കൗണ്ടർ ചെയ്യാൻ മറ്റുള്ള പൊളിറ്റിക്കൽ പാർട്ടി ഈ ടൂൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഈ രീതിയിൽ കേരളം ഒന്ന് ആലോചിച്ച് നോക്കുക. കണ്ണൂർ രീതിയിലുള്ള രാഷ്ട്രീയവും പാർട്ടി വില്ലേജുകൾ ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടിയാണ് പിണറായി വിജയനും കണ്ണൂർ പൊളിറ്റീഷ്യൻസിനും ആവശ്യം. അതിനുവേണ്ടിയാണ് അവർ ശ്രമിക്കുന്നത്. അതിനെയാണ് കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് 2024 പാർലമെന്റ് ഇലക്ഷനിൽ കണ്ണൂർ രാഷ്ട്രീയക്കാരനാണ് അടികൊടുത്തിരിക്കുന്നത്. ഇത് തുടർന്നു പോയി കഴിഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് കണ്ണൂർ രാഷ്ട്രീയക്കാരനെ മാറ്റിയെടുക്കേണ്ടത് ഓരോ മലയാളിയുടെയും ആവശ്യമാണ്.